നമസ്കാരം. മൂലം നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കണക്കിലെടുക്കാം. മൂലം നാളുകാരുടെ ജന്മനക്ഷത്ര അധിപഗ്രഹം കേതുവാണ്. എല്ലാ മൂലം നാളുകാരും ജനിക്കുന്നത് കേതു ദശയിലാണ്. കേതു ദശയെ തുടർന്ന് ശുക്രൻ, പിന്നീട് സൂര്യദശ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ഇങ്ങനെയാണ് ദശാകാലങ്ങൾ പോകുന്നത്. ഈ കേതു ദശയിൽ നിങ്ങൾ നാള് തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നപ്പോൾ ജനിച്ചു എന്ന് കണക്കാക്കി അതിനനുസരിച്ച് ശിഷ്ടദശ കേതു എത്ര കാലമുണ്ടെന്ന് അറിയേണ്ടതാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശുക്രദശ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്, ആദിത്യ ദശയുടെ കാലം, ചന്ദ്രൻ്റെ കാലം, ഇതെല്ലാം അറിയാനായിട്ട് പറ്റും. ഇനി നമ്മൾക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? നമ്മൾ വളരെ ക്ലേശിച്ചു പരിശ്രമിച്ചാൽ പോലും ഒരു കാര്യം നടക്കാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് ജാതകമുണ്ടാക്കി പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ ഇപ്രകാരം വിശദമായ ജാതക പരിശോധനയിലൂടെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ കാവുകളോ മറ്റു വെച്ചാരാധനകളോ ഉണ്ടോ എന്നറിയണം. കുടുംബപരമായ പൂർവിക അനുഷ്ഠാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ തുടരാനായിട്ട് നിങ്ങൾക്ക് കഴിയേണ്ടതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്ര കല്ല് എന്ന് പറയുന്നത് വൈഡൂര്യമാണ്. ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള വൈഡൂര്യ കല്ല് വാങ്ങിച്ചിട്ട് അത് വെള്ളി മോതിരത്തിലാക്കി നിങ്ങൾ വിധിപ്രകാരം ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യും. പിന്നെ ഈ മൂലം നാളുകാര് സിദ്ധിവിനായക പൂജ ഗൃഹത്തിൽ നടത്തുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾ മഹാഗണേശ യന്ത്രം വിധിപ്രകാരം എഴുതി ദേഹധാരണം ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. മൂലം നക്ഷത്രക്കാർ അവരവരുടെ ഗൃഹം വാസ്തുശാസ്ത്രപരമായി പരിശോധിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. കുടുംബ ഭരദേവതാ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ആരാധനകളും ഉപാസനകളും വിധിപ്രകാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുക. നിങ്ങളുടെ ജനന തീയതി സമയവും അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി പരിശോധിച്ച് വേണ്ടത് ചെയ്യുക.